അനുഗ്രഹം അള്ളാഹുവിന്റെ കരുണ കുമാറാവട്ടെ. ആമീൻ. സത്യത്തിൽ റജബ് മാസം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കാനുള്ള ഇന്നലെ രാത്രിയിൽ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു സുഹൃത്ത് വന്ന് ചോദ്യം ചോദിച്ചു. റജബ് മാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരവധിയായി കേരളത്തിലുള്ള മലയാളികളായ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമായി ആചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഇസ്ലാമിക സാധുതയെ സംബന്ധിച്ച് പ്രമാണബദ്ധമായി ഒന്ന് വിശദീകരിക്കണം, എന്നിട്ടതൊന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് ഒരു സുഹൃത്ത്, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, ആമീൻ, അദ്ദേഹം ചോദിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വിശദീകരണം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമത് സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറയുന്നത് അത് ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ മതമാണ്. പ്രപഞ്ച സൃഷ്ടാവ് ജനങ്ങൾക്ക് മതം എങ്ങനെയായിരിക്കണമെന്ന് വളരെ കർക്കശമായി കണിശമായി വസ്തുതാപരമായി പഠിപ്പിക്കാൻ നമുക്കറിയാം. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഒരു മതപരമായ ഒരു കാര്യം ആചരിക്കണമെങ്കിൽ അനുഷ്ഠിക്കണമെങ്കിൽ അതിനൊന്നുകിൽ വിശുദ്ധ ഖുർആനിന്റെ പിൻബലമുണ്ടാകണം, അതല്ലെങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അധ്യാപനമുണ്ടായിരിക്കണം. ഈ വിശുദ്ധ ഖുർആനിന്റെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനവും ഇല്ലാത്ത ഒരു ആചാരം അനുഷ്ഠാനം അത് നമ്മുടെ മനോഹരമായി തോന്നിയാലും മനുഷ്യർക്ക് ഭക്തി ഉണ്ടാക്കുന്നതായി തോന്നിയാലും അതുകൊണ്ട് വിവിധ ഭൗതികമായ പ്രയോജനങ്ങൾ ലഭ്യമാണ് എങ്കിൽ പോലും ആചരിക്കാൻ വേണ്ടി പാടുള്ളതല്ല, അവന്റെ വിശ്വാസത്തെ അത് ബാധിക്കുന്നതാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك നിന്റെ നാഥൻ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, ഒരു തർക്കത്തിന്റെ പേരിൽ മുഹമ്മദ് നബി അങ്ങയെ വിധികർത്താവാക്കുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല എന്ന് പറഞ്ഞ ഒരു തർക്ക പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രവാചകന്റെ അധ്യാപനം വിധിയായി നമ്മൾ സ്വീകരിക്കണമെന്നർത്ഥം. എന്നിട്ടോ ആ വിധി സ്വീകരിക്കുമ്പോൾ സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ, അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും ഒരു വിഷമവും ആ കാര്യം ആ വിധി സ്വീകരിക്കുന്നതിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നിമ്മാ കളയിട്ട്, പ്രവാചകൻ വിധിച്ചിട്ടുള്ള ആ വിധിയെ സംബന്ധിച്ച് ഒരു വിഷമവും, വയുസല്ലിമൂ തസ്ലീമാ, പ്രവാചകന്റെ ആ കൽപ്പന, അവിടുത്തെ അധ്യാപനം യാതൊരു വൈമനസ്യവും കൂടാതെ സ്വീകരിക്കണം. ഇതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്ബോധനങ്ങൾ, അവിടുത്തെ അധ്യാപനങ്ങൾ ശിരസ്സാവഹിക്കണം, വൈമനസ്യമൊന്നും തന്നെ കൂടാതെ, യാതൊരു വിഷമവും കൂടാതെ എന്ന് ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സഹോദരങ്ങൾ, ഒരു വചനം കൂടെ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ ദൂതനെ അനുസരിക്കുക. വഉലിൽ അംരി മിൻകും, അതുപോലെ നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കുക. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, അത് അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ. പരിശുദ്ധ ഖുർആൻ പറയുകയാ,
ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയുക പ്രവാചകരെ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, എന്നാലോ പ്രവാചകനെ പിൻപറ്റിയാലോ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തുതരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സഹോദരങ്ങളെ, ഈ വചനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനത്തിന് ഇസ്ലാമിൽ വളരെ മഹത്വമുണ്ട്, വളരെ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രമാണം അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളാണ്, അവിടുത്തെ ഉപദേശങ്ങളാണ്, അവിടുത്തെ സുന്നത്താണ്. ആ സുന്നത്ത് കറകളഞ്ഞ പരമ്പരകളിലൂടെ അത് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ പുലർത്തുക, പാലിക്കുക. എന്നാൽ ഈ വചനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുക, അത് അനുധാവനം ചെയ്യുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായിട്ടുള്ള, ശരിയായിട്ടുള്ള, സ്വീകാര്യയോഗ്യമായിട്ടുള്ള സുന്നത്തിനെ നമ്മൾ പിൻപറ്റുക. നിങ്ങൾ നോക്കൂ, സൂറത്തുൻ നൂർ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ഫൽയഹ്സരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തുൻ നൂറിലെ 63-ാമത്തെ വചനമാണ്. അതായത് ഫൽയഹ്സരില്ലദീന യുഖാലിഫൂന അൻ അംരി, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അൻ തുസീബഹും ഫിത്ന, നിങ്ങൾക്ക് ഫിത്ന, പരീക്ഷണങ്ങൾ ബാധിക്കും, കുഴപ്പങ്ങൾ നിങ്ങളെ ബാധിക്കും. ഔ യുസീബഹും അദാബുൻ അലീം, നിങ്ങൾക്ക് വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഫൽയഹ്സരില്ലദീന യുഖാലിഫൂന അൻ അംരി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തില് മുഫസ്സിറുകൾ രേഖപ്പെടുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കുക. വഅംറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കൽപ്പനകൾക്കെതിരായി നിന്നു കഴിഞ്ഞാൽ അവർക്ക് ഫിത്നയുണ്ടാകും, കുഴപ്പമുണ്ടാകും, അതുപോലെ തന്നെ അവർക്ക് വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ടാകുമെന്ന ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആൻ, അത് കഴിഞ്ഞാൽ പ്രവാചകന്റെ സ്വഹീഹായിട്ടുള്ള സുന്നത്ത്. ഇനി നമുക്ക് പരിശോധിക്കാം നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് ആചാരങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണല്ലോ റജബ് മാസവുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അത് ഖുർആനിൽ അതിനെക്കുറിച്ചുണ്ടോ? ഖുർആൻ എന്തു പറയുന്നു? പ്രവാചകന്റെ സുന്നത്ത് അതിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ റജബ് മാസം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഒന്നാമത്തെ ദിവസം തന്നെ, അതിന്റെ ആദ്യ ദിവസം തന്നെ ആചാരങ്ങൾ തുടങ്ങുകയാണ്. റജബ് മാസം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വലിയ ആവേശമാണ്. ചില ഭക്തന്മാരായ ആളുകൾക്ക് അവരുടെ തഖ്വയുടെ ഭാഗമായി കൊണ്ടവർ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവർ ഇസ്രാഉം മിഅ്റാജും ഈ മാസത്തിലാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ നോമ്പനുഷ്ഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. ജനങ്ങള് പിന്നെ സംഘടിച്ച് ഒരു ഭാഗത്ത് സമ്മേളിച്ച് മൗലൂദ് പോലെയുള്ള ഗീതങ്ങൾ ചൊല്ലി അവർ ആത്മസംതൃപ്തി അടയുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ പൂർവികന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ചില ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങൾ ഞാൻ വസ്തുനിഷ്ഠമായിട്ട് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. എന്താണിത്? അനസ് ഇബ്നു മാലിക് ഖാല كان النبي صلى الله عليه وسلم إذا دخل رجب قال اللهم بارك لنا في رجب وشعبان وبارك لنا في رمضان. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിച്ചതാണ്. പക്ഷേ ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഇമാം ബുഖാരി തന്നെ ഈ ഹദീസിന്റെ നിവേദക പരമ്പരയിൽ മുൻകറായിട്ടുള്ള വ്യക്തിയുണ്ട് എന്നും അദ്ദേഹം ഇമാം ബുഖാരി പറയുകയാ. മുൻകറുൽ ഹദീസ്, ഇതിന്റെ പരമ്പരയിലുള്ള ചില വ്യക്തികൾ അവരെന്താണ്, അവരുടെ ഹദീസുകൾ വെറുക്കപ്പെട്ടതാണ്, മുൻകറാണ് എന്ന ഇക്കാര്യം മൗസൂഅത്തുർ റദ്ദ് അല സൂഫിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ.
ഈ പ്രാർത്ഥനയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ സഹോദരങ്ങള് ധാരാളമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു, കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സഹീഹല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ഹിലിയത്തുൽ ഔലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും. എന്താ അതിൽ കാണുന്നത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വ ബല്ലഗ്നാ റമളാൻ. ഈ ഹദീസിനും ഇതും അനസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നതാണ്. പക്ഷേ ഇത് ഹിലിയത്തുൽ ഔലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാ ബിഇസ്നാദിൻ ഫീഹി ളുഅഫൻ, ഇതിന്റെ സനദിൽ ളുഅഫുണ്ട്, ദുർബലതയുണ്ട്. അതുപോലെ തന്നെ ഇബ്നു സുന്നി എന്ന് പറയുന്ന മഹാന്റെ കിതാബില് ഇതിനെ സംബന്ധിച്ച് ഇത് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇമാം നബവിയുടെ കിതാബിലും അദ്കാർ എന്ന് പറയുന്ന കിതാബിലും ഇത് ദുർബലമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ വിശ്വാസം ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അറബ് ലോകത്ത് വ്യാപകമായ തോതിലുണ്ട്. അങ്ങനെ ആളുകൾ റജബിയാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടു. നമ്മൾ നോക്കൂ, റജബിലെ ഇത്തരം നോമ്പും നമസ്കാരവും അത് ദാനധർമ്മങ്ങളും അതുപോലെ തന്നെ ഒരുമിച്ച് കൂടലും പ്രാർത്ഥനയും പ്രത്യേക ഭക്തി ആദരവോടുകൂടെയുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് ആളുകൾ എന്ത് ചെയ്തു? റജബിയാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ നിങ്ങൾ ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒരുപാട് ദുർബലമായ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി നഹറൻ യുഖാലു ലഹു റജബ് മാഉഹു അശദ്ദു ബയാലൻ മിനൽ ലബൻ വഅഹ്ലാ മിനൽ അസൽ മൻ സ്വാമ യൗമൻ മിൻ റജബ് സഖാഹു അല്ലാഹു മിൻ ദാലിക അൻ-നഹർ. ഇതാണ് ആ ഹദീസ്. എന്താ ഹദീസിന്റെ അർത്ഥം? ഇന്ന ഫിൽ ജന്നത്തി നഹറൻ, നിശ്ചയം സ്വർഗത്തിൽ ഒരു നദിയുണ്ട്. യുഖാലു ലഹു റജബ്, അതിന്റെ പേരാകുന്ന റജബ്. മാഉഹു അശദ്ദു ബയാലൻ മിനൽ ലബൻ, അതിന്റെ വെള്ളം എന്ന് പറയുന്നത്, ആ നദിയിലെ വെള്ളം എന്ന് പറയുന്നത് പാലിനേക്കാൾ കടുത്ത വെളുത്ത നിറമുള്ളതാണ്. വഅഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മാധുര്യമുള്ളതാണ്. അതുകൊണ്ട് മൻ സ്വാമ യൗമൻ മിൻ റജബ്, ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സഖാഹു അല്ലാഹു മിൻ ദാലിക അൻ-നഹർ, ആ അരുവിൽ നിന്ന്, ആ ആറിൽ നിന്ന് അല്ലാഹു തആല അവന് കൊടുപ്പിക്കുന്ന എന്തൊരു മനോഹരമായ ഹദീസ് ആണ്. ആരാണിത് കേട്ടാൽ ഏതൊരു വിശ്വാസിയാണ് റജബ് മാസത്തിൽ നോമ്പ് നോക്കാതിരിക്കുക? പക്ഷേ ഈ ഹദീസ് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ചാടി എഴുന്നേറ്റ് നോമ്പ് നോക്കുകയല്ല വേണ്ടത്. ഇതിനെക്കുറിച്ച് ഹദീസ് ലോകത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഹദീസുകളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള മഹാനായ ഇബ്നുൽ ജൗസിയെ പോലെയുള്ള മഹാന്മാർ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയതെന്താ? അദ്ദേഹത്തിന്റെ അൽ ഇലലുൽ മുതനാഹിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഫീഹി മജാഹീൽ വൽ ഇസ്നാദു ലഈഫുൻ ഫിൽ ജുംല എന്നാ പറയുന്നത്. അതായത് ഇതിന്റെ നിവേദക പരമ്പരയിൽ മജാഹീൽ, അജ്ഞാതരായിട്ടുള്ള ആളുകളുണ്ട്, അറിയപ്പെടാത്ത ആളുകളുണ്ട്. സനദിൽ പറയപ്പെടുന്ന ഓരോ ആളുകളുടെയും ജീവിതം, അവരുടെ സത്യസന്ധത, അവരുടെ വിശ്വാസം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ, അവരുടെ നീതിബോധം, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഹദീസിന്റെ നിവേദക പരമ്പരയിലുള്ള ആളുകളെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ഫീഹി മജാഹീൽ, അതിൽ അജ്ഞാതരായ ആളുകളുണ്ട്. എന്നിട്ട് പറയാ ഫൽ ഇസ്നാദു ലഈഫുൻ, ഇതിന്റെ നിവേദക പരമ്പരയിൽ ദുർബലരായിട്ടുള്ള ആളുകളുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു വചനം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസും ബഅദ റമളാൻ ഇല്ലാ റജബൻ വശഅബാന. അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയം തീർച്ചയായും അല്ലാഹുവിന്റെ റസൂല് റമളാൻ മാസം കഴിഞ്ഞാൽ റജബിലും ഷഅബാനിലുമല്ലാതെ നോമ്പ് നോക്കിയിട്ടില്ല. എന്താ ഹദീസ്? റജബിലും ഷഅബാനിലുമാണ് റമളാൻ കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിച്ചത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒരു ഹദീസാണിത്. ഈ ഹദീസിനെ കുറിച്ച് മഹാനായ ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി എന്താ രേഖപ്പെടുത്തുന്നത്? അദ്ദേഹം പറയാ, ഖാല ഇബ്നു ഹജർ ഖാല അൽ ബൈഹഖി
ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹദീസ് ലോകത്തെ മഹാപണ്ഡിതനും മുഹദ്ദിസുമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചിട്ടുള്ള ബൈഹഖി ഇമാമിന്റെ വാക്ക് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്താ പറയുന്നത്? ഇമാം ബൈഹഖി പറഞ്ഞു, വഖാൽ وهو حديث منكر من أجل يوسف بن عطية فإنه ضعيف جدا. ഈ ഹദീസ് മുൻകറുൻ വെറുക്കപ്പെട്ടതാണ്. വഹുവ ഹദീസുൻ മുൻകർ, മുൻകറായ ഹദീസാണ്. എന്താ കാരണം? വെറുതെ മുൻകറായ ഹദീസാണെന്ന് പറയില്ല. മിൻ അജലി യൂസുഫ് ബിൻ അത്തിയ, ഇതിന്റെ നിവേദക പരമ്പരയിൽ യൂസുഫ് ബിൻ അത്തിയ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹം മഹാനാണോ? ഫഇന്നഹു ലൈഫുൻ ജിദ്ദ, നിശ്ചയം അദ്ദേഹം അങ്ങേറ്റം ദുർബലനായിട്ടുള്ള ഒരാളാണ്. ഈ കാര്യം തബ്യീനുൽ അജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 12ാമത്തെ പേജിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോ മഹാനായ ഇബ്നു ഹജർ, അതുപോലെ തന്നെ മഹാനായ ഇമാം ബൈഹഖി തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ കാര്യമാണത്. അതുപോലെ മറ്റൊരു ഹദീസ് സുഹൃത്തുക്കൾ നിങ്ങൾ നോക്കൂ, റജബ് ഷഹ്റുല്ലാ, റജബ് ഷഹ്റുല്ലാ വശഅബാൻ ഷഹ്രി വറമളാൻ ഷഹ്രി ഉമ്മത്തി, വറമളാനു ഷഹ്രി ഉമ്മത്തി. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? റജബ് ഷഹ്റുല്ലാ, റജബ് മാസം അള്ളാന്റെ മാസമാണ്. ഷഅബാൻ ഷഹ്രി, ഷഅബാൻ എന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ നബിയുടെ മാസമാണ്. റമളാനു ഷഹ്രി ഉമ്മത്തി, ഷഹ്രി ഉമ്മത്തി, റമളാൻ മാസോ അത് എന്റെ സമുദായത്തിന്റെ മാസമാണ്. എന്തൊരു പ്രാസമാണ്, എന്തൊരു രൂപത്തിൽ നല്ല മനോഹരമായിട്ടാണ് ഈ ഹദീസുകളൊക്കെ. പക്ഷേ ഈ ഹദീസിനെ കുറിച്ച് ലോകപ്രസിദ്ധരായ ഹദീസ് പണ്ഡിതന്മാർ, ഉസൂലുൽ ഹദീസിന്റെ ലോകത്ത് വിരാജിച്ചിട്ടുള്ള അധികായകന്മാർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഖാല ഇബ്നു ദഹിയ ഹാദൽ ഹദീസ് മൗലൂഉൻ, മഹാനായ ഇബ്നു ദഹിയ പറയുകയാണ്, ഈ ഹദീസ് മൗലൂഉൻ, മനുഷ്യ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതെവിടെയാണ്? മൗസൂഅത്തുർ റദ്ദ് അല സൂഫിയ, സൂഫികൾക്കുള്ള മറുപടി എന്ന് പറയുന്ന ലോകപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഇത് കാണാൻ വേണ്ടി കഴിയും. ഇബ്നു ദഹിയ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിൽ ആ ഗ്രന്ഥത്തിൽ എടുത്തു ധരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നിങ്ങൾ നോക്കൂ, ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത്രമാത്രം സുഹൃത്തുക്കളെ, ഞാൻ അനുഭവം കൂടെ പറയട്ടെ. ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഇവിടെ ഞങ്ങളുടെ ഓഫീസിനടുത്ത് ജോലി ചെയ്യുന്ന ഒരു ഈജിപ്ഷ്യൻ, ഒരു മസ്രി വന്നിട്ട് പറയുക, അദ്ദേഹം സന്തോഷത്തോടുകൂടെ പറയാണ്, അദ്ദേഹത്തിന്റെ ഫാമിലിയെ വിസിറ്റിങ്ങിന് കൊണ്ടുവന്നിട്ട്, കുട്ടിയെയും ഭാര്യയെയും ഒക്കെ വിസിറ്റിങ്ങിന് കൊണ്ടുവന്നിട്ട്, ഞാൻ വളരെ സംതൃപ്തവാനാണ്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഞാൻ റജബ് 27-നും റമളാൻ 27-നും ഹറമിൽ മക്കത്തായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെയൊക്കെ വിശ്വാസം ഈ റജബ് മാസം 27-ന് മക്കയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഉംറ ചെയ്തു, അവിടെ ആരാധിച്ചു എന്ന് വിചാരിച്ചാൽ നേരെ സ്വർഗത്തിൽ പോകുന്ന സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസം. ഇത് അറബികൾക്കിടയിലുണ്ട് ഇങ്ങനെ വിശ്വാസം, നമ്മെപ്പോലുള്ള മലയാളികൾക്കിടയിൽ ധാരാളം ഇത്തരം വിശ്വാസമുണ്ട്. ഇതിന് അടിസ്ഥാനമുണ്ടോ? ഖുർആനിന്റെ പിൻബലമുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ഹദീസിന്റെ പിൻബലമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നിങ്ങൾ നോക്കൂ ആ ഒരു ഹദീസ് കൂടെ, മൻ സ്വാമ ثلاثة أيام من رجب كتب الله له صيام شهر ومن صام 7 أيام أغلق عنه 7 أبواب من النهار. എന്തൊരു മനോഹരമായിട്ടുള്ള, എത്ര മോഹനമായിട്ടുള്ള ആശയാണ് ഹദീസിലുള്ളത്. മൻ സ്വാമ 3 അയ്യാം, ആരെങ്കിലും 3 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ, എപ്പോ? മിൻ റജബ്, റജബ് മാസത്തിൽ 3 നോമ്പനുഷ്ഠിച്ചാൽ, കതബല്ലാഹു ലഹു സിയാമ ഷഹ്രിൻ, അവന് 1 മാസം നോമ്പ് നോറ്റ് പ്രതിഫലാണ്. അങ്ങനെ അള്ളാഹു രേഖപ്പെടുത്തും. വമൻ സ്വാമ 7 അയ്യാമിൻ, 7 നോമ്പനുഷ്ഠിച്ചാലോ, അഗ്ലക അൻഹു 7 അബ്വാബിൻ മിനൻ നാർ, അല്ലാഹു തആല അവന് നരകത്തിന്റെ 7 കവാടങ്ങളും അവനിൽ നിന്ന് കൊട്ടിയടക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നരകത്തിൽ അവനെ പ്രവേശിക്കൂല എന്നർത്ഥം. റജബിൽ 7 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ആ മനുഷ്യൻ നരകത്തിൽ പോകാതെ നരകത്തിന്റെ കവാടങ്ങൾ, അതിന്റെ വാതിലുകൾ അടക്കപ്പെടുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ആശയാണ് ഹദീസിലുള്ളത്. പക്ഷെ ഹദീസിനെ സംബന്ധിച്ചെന്തോ പറഞ്ഞത്,
മഹാനായ ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ അൽ മൗദൂആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് അതിന്റെ 2ാം വാല്യത്തിന്റെ 206-ാമത്തെ പേജിൽ പറയുകയാണ്, ഈ ഹദീസ് മൗദൂ ആണ്, മനുഷ്യന്മാർ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ തബീനുൽ അജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 18-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ മഹാനായ ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥത്തിൽ 2ാം വാല്യം 115-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ മഹാനായ ഷൗക്കാനിയുടെ അൽ ഫവായിദുൽ മജ്മൂഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 100-ാമത്തെ പേജിൽ ഇത് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിൽ ഇത്തരം ഹദീസുകളെ വിശദമായിട്ട് നിരൂപണം ചെയ്യുകയും എന്നിട്ട് ദുർബലമായത് ദുർബലമെന്നും മനുഷ്യനിർമ്മിതമായിട്ടുള്ളത് മനുഷ്യനിർമ്മിതവുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മുടെ ആളുകള് ഇത് ദുർബലമാണോ, ഇത് സഹീഹാണോ എന്നൊന്നും പരിശോധിക്കാതെ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഫാമിലിയായിട്ട് വരുന്ന സഹോദരിമാർ, ഈ സഹോദരിമാരുടെ സംസാരവും അവരുടെ വാക്കും കേട്ടിട്ട് ചില പുരോഹിതന്മാരുടെ വാക്കുകളും കേട്ടിട്ട് നമ്മളെ ആരെയും കുറ്റപ്പെടുത്തല്ല, അറബ് ലോകത്ത് പോലും ഞാൻ പറഞ്ഞല്ലോ റജബിയാക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെ ഉണ്ടെന്ന്. അപ്പൊ അത്ര മാത്രം ഇതിന്റെ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കുക. റജബ മാസത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിങ്ങൾ നോക്കൂ. ഒരു ഹദീസ് കൂടെ, മൻ സല്ലൽ മഗ്രിബ ഫീ അവ്വലി ലൈലത്തിൻ മിൻ റജബ് ثم صلى بعدها 20 ركعة يقرأ في كل ركعة بفاتحة الكتاب وقل هو الله أحد مرة ويسلم فيهن 10 تسليمات أتدرون ما ثوابه. പിന്നെ ചോദിക്കണം, എന്നിട്ട് പറയാണ്, قال حفظه الله في نفسه وأهله وماله وولده وأجير من عذاب القبر وجاز على الصراط كالبرق بغير حساب ولا عذاب. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം സുഹൃത്തുക്കളെ? അതായത് റജബ് മാസത്തിലെ 1ാമത്തെ രാത്രിയിൽ ആരെങ്കിലും മഗ്രിബ് നമസ്കരിച്ച ശേഷം 20 റക്അത്ത് നമസ്കരിക്കുക, എന്നിട്ടോ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുക, പിന്നെയോ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന അധ്യായം ഓതുക, എന്നിട്ട് വയുസല്ലിമു ഫീഹിന്ന 10 തസ്ലീമാത്ത് 10 സലാം അതിൽ ചൊല്ലുക. എന്നാലോ അവന് നൽകുന്ന പ്രതിഫലം നിനക്കറിയുമോ? അവന് നൽകുന്ന പ്രതിഫലം ഹഫിളഹുല്ലാഹു ഫീ നഫ്സിഹി വഅഹ്ലി വമാലി വവലദീന, അവന്റെ ആ മനുഷ്യനെ അല്ലാഹു സംരക്ഷിക്കും, അവന്റെ കുടുംബത്തെ സംരക്ഷിക്കും, അവന്റെ സമ്പത്ത് സംരക്ഷിക്കും, അവന്റെ സന്തതികളെ സംരക്ഷിക്കും. വഉജീറ മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷ നൽകപ്പെടും. വജാസ അല സിറാത്തി കൽ ബറക്കി ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, ഒരു വിചാരണയും കൂടാതെ ഒരു ശിക്ഷയും കൂടാതെ ഇടിമിന്നൽ പോലെ അവന് സിറാത്ത് പാലം മുറിച്ചു കടക്കാം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. നിങ്ങൾ കേട്ട് കഴിഞ്ഞാല് എല്ലാവർക്കും ഇഷ്ടം തോന്നും, നമുക്ക് ഈ നമസ്കാരമൊക്കെ നിർവഹിക്കാൻ തോന്നും. പക്ഷെ ഈ ഹദീസിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. ഇതിനെ സംബന്ധിച്ച് അൽ മൗദൂആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് മഹാനായ ഇബ്നുൽ ജൗസി പറയുകയാണ്, അതിന്റെ 2ാം വാല്യത്തിലെ 123-ാമത്തെ പേജിൽ പറയാ, ഹദീസുൻ മൗദൂഉൻ, ഇത് മനുഷ്യനിർമ്മിതമായ മൗദൂആയ ഹദീസാകുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഹദീസാണ്. അതുപോലെ തബീനുൽ ഉജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 20-ാമത്തെ പേജിൽ, അതുപോലെ അൽ ഫവായിദുൽ മജ്മൂഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 47-ാമത്തെ പേജിൽ ഒക്കെ ഇത് കാണാൻ വേണ്ടി കഴിയും. അവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇത് മൗലു ആണ്, മനുഷ്യനിർമ്മിതമാണ്. അതുപോലെ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടിട്ടില്ലേ റജബ് മാസം വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ഒരു നമസ്കാരം അനുഷ്ഠിക്കും. അതിന്റെ പേരെന്താ? സ്വലാത്തുർ റഗായിബ്, റഗായിബ് നമസ്കാരം. എങ്ങനെയാണ് ഈ റഗായിബ് നമസ്കാരം എന്ന് പേര് വന്നത്? പറയാം. റജബ് ഷഹറുല്ലാഹ് വശഅബാൻ ഷഹരി വറമളാൻ ഷഹരി വറമളാൻ ഷഹരി ഉമ്മത്തി. റജബ് അള്ളാന്റെ മാസമാണ്, ഷഅബാൻ എന്റെ മാസമാണ്, റമളാനോ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. ഹദീസാണത്. വലാകില്ല തഗ്ഫലു അൻ അവ്വലി ലൈലത്തി ജുമുഅ, 1ാമത്തെ ജുമുഅയുടെ രാവ്, അതിനെ സംബന്ധിച്ച് നീ അശ്രദ്ധനാകരുത്. മിൻ റജബ്, റജബ് മാസത്തിലെ 1ാമത്തെ വെള്ളിയാഴ്ച രാവിനെ അതിനെ സംബന്ധിച്ച് നീ അതിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് നീ ഒരിക്കലും അശ്രദ്ധനാകരുത്. ഫഇന്നഹാ ലൈലത്തുൻ,
അതൊരു രാത്രിയാണ്. ആ രാത്രി എന്ന് പറഞ്ഞാൽ തുസമ്മിഹൽ മലായികത്തു റഗായിബ്, അതിന് മലക്കുകൾ വിളിച്ച പേരാണ് റഗായിബ്. മനസ്സിലായ കൂട്ടരെ? റഗായിബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞാല് റജബ് മാസത്തിലെ 1ാമത്തെ വെള്ളിയാഴ്ച രാവിലെ മലായികത്തുകളിട്ട പേരാ റഗായിബ്. ആ രാത്രി നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ പേരാണെന്ത്? സ്വലാത്തുർ റഗായിബ്. എന്നിട്ട് അതിന്റെ പ്രത്യേകതകൾ എങ്ങനെ പറയാ? വദാലിക അന്നഹു ഇദാ മലാ സുൽഹുൽ ലൈൽ ലാ യബ്കാ മലകുൻ മുഖറബുൻ ഫീ ജമീഇസ് സമാവാതി വൽ അർദ്. ഇതിൽ പറയാ രാത്രിയുടെ 1/3 പോയി കഴിഞ്ഞാൽ പിന്നെ മുഖറബായ ഒരു മലക്കും ഒരു ഫീ ജമീഇസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉണ്ടാവുകയില്ല എന്നാ പറയുന്നത്. ഇല്ലാ വയജ്തമിഊന ഫിൽ കഅബ വഹവാലൈഹാ, അവർ കഅബയിലും അതിന്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടും. അങ്ങനെ യത്ലഉല്ലാഹു അസ്സ വജൽ അലൈഹിം ഇത്ലാഅതൻ, അല്ലാഹു എന്ത് ചെയ്യും? ഈ മലായികത്തിന്റെ അടുത്തേക്ക് വന്നു നോക്കും. ഫയഖൂലു, എന്നിട്ട് പറയും മലായികത്തി സലൂനി മാ ശിഅ്തും, എന്റെ മലാകമാരെ, എന്റെ മലായികത്തുകളെ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചോളൂ. ഫയഖൂലൂന, അപ്പൊ ആ മലായികത്തുകൾ പറയും യാ റബ്ബനാ ഹാജതുനാ, അവർ പറയാ ഞങ്ങളുടെ രക്ഷിതാവേ, ഹാജതുനാ ഇലൈക അൻ തഗ്ഫിറ ലിസൗമി റജബ്, കണ്ടോ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചവർക്ക് പുറത്തു കൊടുക്കണം, അതാണ് മലായികത്തുകളായ ഞങ്ങളുടെ നിന്നോടുള്ള ആഗ്രഹം, നിന്നിൽ നിന്ന് കിട്ടാനുള്ള ഒരു ഞങ്ങളുടെ ആവശ്യം എന്ന് മലായികത്തുകൾ റബ്ബിനോട് പറയുന്ന. അല്ലാഹു അസ്സ വജൽ, അപ്പൊ അല്ലാഹു തആല പറയും ഖദ് ഫഅൽതു ദാലിക, ഞാൻ അപ്രകാരം ചെയ്തിട്ടുണ്ട്, അഥവാ റജബ് മാസത്തിൽ നോമ്പ് നോറ്റ ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വമാ മിൻ അഹദിൻ യസൂമു യൗമൽ ഖമീസ് അവ്വല ഖമീസിൻ മിൻ റജബ്, ആരെങ്കിലും വല്ലവനും വ്യാഴാഴ്ച ദിവസം, അതുപോലെ റജബ് മാസത്തിലെ 1ാമത്തെ വ്യാഴാഴ്ച ദിവസം നോമ്പനുഷ്ഠിച്ചാൽ സുമ്മ യുസല്ലി ഫീമാ ബൈനൽ ഇശാഇ വൽ അതമ, പിന്നീട് മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ യഅനി ലൈലത്തുൽ ജുമുഅ, അതായത് വെള്ളിയാഴ്ച രാവിലെ, വ്യാഴാഴ്ച മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം, വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നമ്മൾ ആ രാവിനെ കുറിച്ചാണ് പറയുന്നത്. എത്ര? 12 റക്അത്ത് നമസ്കരിച്ചാൽ, ഈ ഹദീസിൽ 12 റക്അത്താണ് പറയുന്നത്. അവർ ഇങ്ങനെ പ്രതിഫലം പറയാം, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അവർക്ക് സ്വർഗം നൽകും, അവർ സ്വർഗത്തിൽ വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനെപ്പറ്റി എന്താ പറയുന്നത്? ഈ ഹദീസിനെ സംബന്ധിച്ചും മഹാന്മാരായ പണ്ഡിതന്മാർ, ഉസൂലുൽ ഹദീസിന്റെ മുഹദ്ദിസുകളുടെ ലോകത്ത് പെരുമയും പ്രശസ്തിയുമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുള്ള ഇബ്നുൽ ജൗസിയെ പോലെയുള്ള, ഇമാം ബൈഹഖിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് എന്താ? അവർ ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നത് ഹദീസുൻ മൗലൂഉൻ, ഇത് ഇബ്നുൽ ജൗസിയുടെ 2ാം വാല്യം 124 മുതൽ 126 വരെയുള്ള പേജിൽ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ തബയീനുൽ അജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 22 മുതൽ 24 വരെയുള്ള പേജുകളിൽ ഇത് പറയുന്നുണ്ട്. അൽ ഫവായിദുൽ മജ്മൂഅ എന്ന് പറയുന്ന 47 മുതൽ 50 വരെയുള്ള ഭാഗത്ത് ഈ കാര്യം, ഈ ഹദീസിനെ സംബന്ധിച്ച് മൗലൂ ആണെന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തെമ്പാടുമുള്ള റജബിൽ ആഘോഷങ്ങൾ കൊണ്ടാടുന്ന ആളുകളുണ്ടല്ലോ, അവര് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള, കുടുംബത്തിലുള്ള, അയൽപ്പക്കത്തിലുള്ള, സ്നേഹവലയത്തിലുള്ള ആളുകൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. എന്ത്? അൽ ഇഹ്തിഫാലു ബി അവ്വലി ലൈലത്തി ജുമുഅ മിൻ ഷഹ്രി റജബ് ബിദ്അത്തുൻ മുൻകറ ഫഖദ് ദക്കറ അൽ ഇമാം അബൂബക്കർ അത്തർതൂഷി റഹിമഹുല്ലാഹ്. മഹാനായ ഇമാം അബൂബക്കർ അത്തർതൂഷി റഹിമഹുല്ലാഹ് പറയാ, എന്താ പറയുന്നത്? അൽ ഇഹ്തിഫാലു ബി അവ്വലി ലൈലത്തി ജുമുഅ മിൻ ഷഹ്രി റജബ് ബിദ്അത്തുൻ മുൻകറ, റജബ് മാസത്തിലെ 1ാമത്തെ വെള്ളിയാഴ്ച രാവിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് കണ്ടോ? ജനങ്ങൾ ഒരുമിച്ച് കൂടുക ഏതുപോലെ? പ്രവാചകന്റെ ജന്മദിനത്തിന് ഒരുമിച്ച് കൂടാറില്ലേ?
ആളുകൾ മീലാദുൻ നബി എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കൂടും, എന്നിട്ട് മൗലൂദ് ചൊല്ലും, ഭക്ഷണങ്ങൾ വിതരണം ചെയ്യും, പ്രവാചകനോട് ദുആ ചെയ്യും, പ്രവാചകനോട് ഷഫാഅത്തിന് വേണ്ടി യാചിക്കും, പ്രവാചകനോട് പാപം പൊറുക്കാൻ വേണ്ടി തേടും. ഇതുപോലെയുള്ള ഒരുമിച്ച് കൂട്ടൽ ബിദ്അത്തുൻ മുൻകറത്തുൻ, അങ്ങേറ്റം വെറുക്കപ്പെട്ട അനാചാരമാകുന്നു എന്ന് മഹാനായ ഇമാം അബൂബക്കർ അത്തർതൂഷി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ കാര്യം മഹാനായ അബൂ മുഹമ്മദ് അൽ മഖ്ദസി പറയുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? വഅമ്മാ സ്വലാത്തു റജബ് ഫലം തുഹദസ് ഇൻദനാ ഫീ ബൈത്തുൽ മഖ്ദസ് ഇല്ലാ ബഅദ സനത 80 و400. ഹിജ്റ 480 ശേഷമല്ലാതെ ഇങ്ങനെ ഒരു സ്വലാത്ത് റജബ് മാസത്തിലെ ഇത്തരത്തിലുള്ള ഒരു നമസ്കാരം നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ റജബിലെ ഈ നമസ്കാരം ഉണ്ടല്ലോ, ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിലില്ല. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റേതാണ്, പിന്നീട് അതിന് തൊട്ടുവരുന്നത് എന്നിങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഇത്തരമൊരു നമസ്കാരം, റജബിലെ നമസ്കാരം ഇല്ല എന്നാണ് മഹാനായ അബൂ മുഹമ്മദ് അൽ മഖ്ദസി തങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് വമാ കുന്നാ റഅയ്നാഹാ ബലാ സമിഅനാ ബിഹാ ഖബല ദാലിക്, ഹിജ്റ 480 മുമ്പ് ഇങ്ങനെയുള്ള ഒരു നമസ്കാരത്തെ സംബന്ധിച്ച് ഞങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇത് നമ്മളാരും പറയുന്നതല്ല, മഹാനായ ഇമാം അബൂ മുഹമ്മദ് അൽ മഖ്ദസി പറയുകയാണ്. അതുപോലെ തന്നെ വഖാലൽ ഇമാം അബൂ ഷാമ റഹിമഹുല്ലാഹ്, അബൂ ഷാമ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധ പണ്ഡിതനാണ്, നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അദ്ദേഹം പറയുകയാണ് വഅമ്മാ സ്വലാത്തുർ റഗായിബ് ഫൽമഷ്ഹൂർ ബൈനന്നാസ് അൽയൗം അന്നഹാ ഹിയല്ലതി തുസല്ലി ബൈനൽ അശാഅൈനി ലൈലത അവ്വല ജുമുഅ മിൻ ശഹ്രി റജബ്. ഈ സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞാല് റജബ് മാസത്തിലെ 1ാമത്തെ വെള്ളിയാഴ്ച രാവിലെ മഗ്രിബിന്റെയും ഇഷാഇന്റെയും ഇടയിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തിനാണ് പറയുക. എന്നിട്ടോ അതിനെക്കുറിച്ച് പറയാ, എന്താ പറയുന്നത്? അത് അങ്ങേയറ്റം മൗലൂ ആയിട്ടുള്ള സംഗതിയാണെന്ന് പറയാ. കൂട്ടത്തില് ഇമാം ഹാഫിദ് ബിൻ റജബ്, ഹാഫിദ് ബിൻ ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടേത് നേരത്തെ പറഞ്ഞു, ഇപ്പോ ഹാഫിദ് ബിൻ റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് എന്താ? ഫഅമ്മ സ്വലാത്തു ഫലം യസിഹ് ഫീ ശഹ്രി റജബ് സ്വലാത്തുൻ മഖ്സൂസത്തുൻ തഖ്തസ്സു ബിഹി വൽ അഹാദീസുൽ മർവിയ്യത്തു ഫീ സ്വലാത്തിർ റഗായിബി ഫീ അവ്വലി ലൈലത്തി ജുമുഅ മിൻ ശഹ്രി റജബ് കദിബുൻ വബാതിലുൻ ലാ തസിഹു വഹാദിഹി സ്വലാത്തു ബിദ്അത്തുൻ ഇൻദ ജംഹൂരിൽ ഉലമാ. നന്നായി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ചൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? ഈ മഹാനായ ഹാഫിദ് ബിൻ റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, പ്രസിദ്ധ ഷാഫി പണ്ഡിതനാണ്. അപ്പൊ അതുപോലെ ഹനഫി പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. ഷാഫി പണ്ഡിതന്മാരും ഹനഫി പണ്ഡിതന്മാരുമായിട്ടുള്ള ലോകപ്രസിദ്ധരായ മുൻകാലക്കാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക റജബ് മാസത്തിലെ ഈ നമസ്കാരത്തെ സംബന്ധിച്ച് ലം യസ്ഹു, ശരിയായിട്ട് സഹീഹായിട്ട് സ്വീകാര്യയോഗ്യമായിട്ട് ഒന്നും വന്നിട്ടില്ല. സ്വലാത്തുൻ മഖ്സൂസത്തുൻ, പ്രത്യേകമായ ഒരു നമസ്കാരം വന്നിട്ടില്ല എന്നാ. തഖ്തസ്സു ബിഹി, പ്രത്യേകമായിട്ട് റജബിൽ മറ്റൊരു മാസത്തിലില്ലാത്തൊരു നമസ്കാരം ഈ മാസത്തിലുണ്ടെന്ന് ശരിയായ ഹദീസിൽ വന്നിട്ടില്ല. വൽ അഹാദീസുൽ മർവിയ്യത്തു ഫീ സ്വലാത്തിർ റഗായിബി ഫീ അവ്വലി ലൈലത്തി ജുമുഅ മിൻ ശഹ്രി റജബ്, റജബ് മാസത്തിലെ 1ാമത്തെ വെള്ളിയാഴ്ച രാവിലെ നമസ്കരിക്കപ്പെടുന്ന ഈ സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന ആ ഹദീസുകൾ എല്ലാം കദീബുൻ, അത് കളവാണ്, വബാതിലുൻ, അത് അടിസ്ഥാനരഹിതമാണ്, നിഷ്ഫലമാണ്, ലാ തസിഹു, അത് സ്വീകരിക്കപ്പെടാവുന്നതല്ല. വഹാദിഹി സ്വലാത്തു ബിദ്അത്തുൻ, ഈ നമസ്കാരം അനാചാരമാകുന്നു ഇൻദ ജംഹൂരിൽ ഉലമാ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അടുക്കലും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ്, ഇബ്നു സ്വലാഹ് എന്നൊക്കെ പറഞ്ഞാല് ഉസൂലുകളുടെ പ്രമുഖനാണ്, പൗരാണികനാണ്. അദ്ദേഹം രേഖപ്പെടുത്തുക വഖാലൽ ഇമാം ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ് ഫീ സ്വലാത്തിർ റഗായിബ് ഹദീസുഹാ മൗളൂഉൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ബിദ്അത്തുൻ ഹദ്ദസത് ബഅദ 400 മിനൽ ഹിജ്റ. അദ്ദേഹം രേഖപ്പെടുന്നത് എന്താ പറയുന്നത്?
ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് പറയാ സ്വലാത്തുർ റഗായിബിനെ സംബന്ധിച്ച് അതിന്റെ ഹദീസ് മൗളൂ ആണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഉണ്ടാക്കി പറഞ്ഞതാണ്, കളവുണ്ടാക്കി പറഞ്ഞതാണ്. വഹിയ ബിദ്അത്തുൻ, അത് അനാചാരം ാണ്. അത് ഹിജ്റ 400 ശേഷം വന്നതാണ്. ഇത് നൂറു സുന്ന വൽ ബിദ്അ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 158-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മനാറുൽ മുനീഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 151-ാമത്തെ പേജിൽ പറയുന്നതായി ഇങ്ങനെ കാണാം. വകുല്ലു ഹദീസുൻ ഫീ ദിക്രി സൗമി റജബ് വസ്വലാത്തി ബഅദിൽ ലയാലി ഫീഹി ഫഹുവ കദിബുൻ മുഫ്തറാ. എന്താ പറയുന്നത്? ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മനാറുൽ മുനീഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലേക്ക് എല്ലാ ഹദീസുകളും അതുപോലെ ചില രാത്രികളിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നത് അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള കളവാവുന്ന. ഇഫ്തറ പറഞ്ഞാൽ കെട്ടിച്ചമച്ചുണ്ടാക്കുക, കദിബുൻ മുഫ്തറ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള കളവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മഹാന്മാരായ മുൻകാല പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ആളുകൾ ഇത് മനസ്സിലാക്കാതെ പോവുക, എന്നിട്ട് എന്ത് ചെയ്യും? അതുപോലെ റജബ് അദ്ദേഹത്തെ തൊഴിൽ പറയുന്ന ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവർ, ഇത് ലത്വായിഫുൽ മആരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതാ. അതായത് റജബ് മാസത്തിലെ പ്രത്യേകമായ നോമ്പ് നമസ്കാരമൊക്കെ അതൊക്കെ ബാത്തിലാണ്, നിരർത്ഥകമാണ്, കളവാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസാണ് സുഹൃത്തുക്കളെ, സമയമായി കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം. ഒന്ന് പിന്നെ PM അടിക്കണം. ഫളലു ശഹരി റജബ് അല ശുഹൂരി കഫളലിൽ ഖുർആൻ അലാ സായിരിൽ കലാം. റജബ് മാസത്തിന്റെ പവിത്രത എന്ന് പറയുന്നത്, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, മറ്റുള്ള മാസങ്ങളെക്കാൾ റജബിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് കഫളലിൽ ഖുർആൻ അലാ സായിരിൽ കലാം. ഖുർആനിന് എത്ര മഹത്വമുണ്ട് മറ്റു ഗ്രന്ഥങ്ങളെക്കാൾ, അതുപോലെയാണ് എന്ന് ഒരു ഹദീസുണ്ട്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഹാഫിളുദ്ദുനിയ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ? ഇന്നഹു മൗളൂഉൻ, അത് മനുഷ്യ നിർമ്മിതമാണ്. അദ്ദേഹത്തിന്റെ കശ്ഫുൽ ഖഫാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയും. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു ഹദീസ് അത് കേട്ടുകഴിഞ്ഞാൽ അത്ഭുതപ്പെടും. അതായത് റജബ് ഷഹ്റുൻ അളീമുൻ യുളാഇഫുല്ലാഹു ഫീഹിൽ ഹസനാത്ത് വമൻ സ്വാമ യൗമൻ മിൻ റജബ് ഫകഅന്നമാ സ്വാമ സന വമൻ സ്വാമ മിൻഹു സബഅത അയ്യാം ഗുല്ലികത് അൻഹു സബഅതു അബ്വാബ് ജഹന്നം വമൻ സ്വാമ മിൻഹു 8 അയ്യാമിൻ ഹസനത്തുൻ ലഹു 8 അബ്വാബിൽ ജന്ന വമൻ സ്വാമ മിൻഹു 10 അയ്യാം ലം യസ്അലില്ലാഹു ഇല്ലാ ആതോ ومن صام منه 15 يوما نادى مناد في السماء قد غفر لك ما مضى فاستئنف العمل ومن زاد الله وفي رجب حمل الله نوحا فصام رجب وأمر من معه أن يصوموا فجرت 7 أشهر. അങ്ങനെ സുഹൃത്തുക്കൾ, ഒരുപാട് ദീർഘമായിട്ടുള്ള വലിയ ഹദീസാണിത്. ഇതിലെന്താ പറയുന്നത്? റജബ് ഷഹ്റുൻ അലീം. റജബ് എന്ന് പറയുന്നത് മഹത്തായ മാസമാണെന്ന് പറയുന്നത്, മഹത്തായ മാസമാണ്. എന്നിട്ടോ യുളാഇഫുല്ലാഹു ഫീഹിൽ ഹസനാത്ത്, ഈ മാസത്തിൽ അല്ലാഹു നന്മകൾ ഇരട്ടിയായി നൽകപ്പെടുമെന്ന. ഫമൻ സ്വാമ യൗമൻ മിൻ റജബ്, ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ സ്വാമ സന, അവൻ ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ്. വമൻ സ്വാമ മിൻഹു 7 അയ്യാം, 7 നോമ്പ് അനുഷ്ഠിച്ച
കഴിഞ്ഞാലോ അടക്കപ്പെടും. വമൻ സ്വാമ മിൻഹു 8 അയ്യാം, 8 ദിവസം ഈ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാലോ അവന് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. അപ്പോ റജബ് മാസത്തിലെ ഉംറയെ കുറിച്ച് പറയാം സുഹൃത്തുക്കളെ. അപ്പൊ ഈ ഹദീസ് കൂടെ ഞാൻ പറയട്ടെ. ഇതിൽ പറയാം വമൻ സ്വാമ മിൻഹു 10 അയ്യാം ലം യസ്അലില്ലാഹ ഇല്ലാ അഅ്താ, ആരെങ്കിലും ഈ മാസത്തിൽ 10 നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹുവിനോട് പിന്നെ അവന് ചോദിച്ച അതൊക്കെ കൊടുക്കാതിരിക്കുകയില്ല എന്നാ. 10 ദിവസം ഈ റജബിൽ നോമ്പനുഷ്ഠിച്ച പിന്നെ എന്തും കൊടുക്കും അവന് അള്ളാഹുവിനോട് ചോദിക്കുന്നത് കൊടുക്കും എന്നാ പറയുന്നത്. വമൻ സ്വാമ മിൻഹു 15 യൗമൻ നാദാ മുനാദിൻ ഫിസ് സമാ, 15 ദിവസം നോമ്പനുഷ്ഠിച്ചാലോ ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും ഖദ് ഗഫറ ലക, നിനക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. ഖദ് ഗഫറ ലക മാ മലാ, കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മഹാനായ ഇമാം ദഹബി തങ്ങൾ പറയുകയാണ് ഹാദാ ബാതുലൻ വ ഇസ്നാദുൻ മുൽലിമുൻ, ഇത് പറയാണ് ഇത് ബാത്തിലാണ്, ഇതിന്റെ ഇസ്നാദ് ഒരുപാട് ളുൽമുള്ളതാണ് എന്ന. അതുപോലെ തന്നെ മഹാനായ ഹൈസമി, ഷാഫിഈ പണ്ഡിതനായിട്ടുള്ള ഹൈസമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് ഈ ഹദീസിനെ സംബന്ധിച്ച്. അതുപോലെ ഇമാം തുബ്റാനി തന്റെ കബീറിൽ മുഅ്ജമുൽ കബീറിൽ പറയുകയാണ് വഫീഹി അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇതിന്റെ സനദിൽ. വഹുവ മത്രൂഖുൻ, അദ്ദേഹം മത്രൂഖാണ്, ഉപേക്ഷിക്കപ്പെട്ടവനാണ്, തള്ളപ്പെടേണ്ടവനാണ്. അതുപോലെ ഇമാം ദഹബി അദ്ദേഹത്തിന്റെ കിതാബുൽ മീസാനിൽ പറയുന്നുണ്ട് ഈ ഹദീസിനെ സംബന്ധിച്ച്. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മാസത്തില് ഉംറ നിർബന്ധമായും ഉംറ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, ഈ മാസത്തിലെ ഉംറ നിർബന്ധമാണ് അല്ലെങ്കിൽ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മനസ്സിലാക്കുക, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ ഒരിക്കലും ഉംറ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടുന്ന് റജബ് മാസത്തിൽ ഉംറ ചെയ്തിട്ടില്ല. അവിടുന്ന് ഉംറകളെല്ലാം ചെയ്തത് ഹജ്ജിന്റെ മാസങ്ങളിലാകുന്നു എന്ന് പറഞ്ഞ ഷവ്വാലിലോ ദുൽഖഅദിലോ ദുൽഹജ്ജിലോ ഒക്കെയാണ്. അതല്ലാതെ റജബ് മാസത്തിൽ ചെയ്തിട്ടില്ല. റജബ് മാസത്തിൽ ഉംറ ചെയ്തു എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായ ഒരു പ്രാധാന്യമില്ല. റബീഉൽ അവ്വലിലോ റബീഉൽ ആഖിറിലോ ജമാദുൽ ഊലയിലോ ഒക്കെ ഉംറ ചെയ്യുന്ന അതേ പ്രതിഫലം തന്നെയാണ് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു പ്രത്യേകതയില്ല. അപ്പോ ഈ മാസത്തിലെ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം, നമസ്കാരം, നോമ്പ്, സ്വതക്ക. ഈ സ്വതക്ക എങ്ങനെയാണ്? മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളുടെ പേരിൽ അവർക്ക് പ്രതിഫലം കിട്ടാൻ സദക്ക ചെയ്യുന്ന ആളുകളുണ്ട് ഈ മാസത്തിൽ. അതുപോലെ തന്നെ ഒരുപാട് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ഖബർ സന്ദർശിക്കുക, പ്രത്യേകമായിട്ട് ഈ റജബ് മാസത്തിൽ ഖബർ സന്ദർശിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് വിഭാഗം ആളുകൾ. എത്രത്തോളം എന്ന് പറഞ്ഞാല് ചില ആളുകൾ എന്ത് ചെയ്യുന്ന പറയുന്നത്, പരിശുദ്ധ മക്കയിൽ വന്ന് ഉംറ ചെയ്യും ഈ മാസത്തില്, മദീനയിൽ വന്ന് പ്രവാചകന്റെ ഖബർ സിയാറത്ത് ചെയ്യും. അതൊക്കെ നിർബന്ധവും ഏറെ മഹത്വമാണ് എന്ന് വിശ്വസിക്കാണ് ഇവര്. അതുപോലെ ബക്കീഅ സന്ദർശിക്കും, അതുപോലെ ബദർ ശുഹദാക്കളെ സന്ദർശിക്കും. ഇതൊക്കെ എന്താണ് മഹാന്മാര് പറയാ, വഹുവ മിനൽ ബിദ്അൽ മദ്മൂമ, അങ്ങേറ്റം ആക്ഷേപിക്കപ്പെട്ട ബിദ്അത്തുകളിൽ പെട്ടതാകുന്നു ഇത്. പടച്ചറബ്ബ് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ റജബ് മാസം വന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? അറവ് നടത്തുന്ന, നമ്മുടെ നാട്ടില് റമദാൻ 17 ബദരീങ്ങളുടെ പേരില് ആണ്ട് നേർച്ച കഴിക്കുന്നത് പോലെ റജബ് മാസത്തില് അറവ് നടത്തും. ഒരു വചനത്തിൽ കാണാൻ വേണ്ടി കഴിയും, ലാ ഫറ വൽ അതീറ, ഫറഇല്ല അതീറയുമില്ല. എന്നിട്ട് എന്താണ് അതീറ എന്ന് പറയാ? വൽ അതീറത്തു റബീഹത്തുൻ കാനൂ യദ്ബഹൂനഹാ ഫീ റജബ് യുഅള്ളിമൂന ശഹ്റ റജബ്. അതായത് അതീറ എന്ന് പറഞ്ഞാല് അറവാണത്. അതെന്താണ്? റജബ് മാസത്തില് അവർ അറുത്തുകൊണ്ടിരുന്ന അറവിനാണ് അതീറ എന്ന് പറയുക.
യുഅല്ലിമൂന ശഹ്റ റജബ്, റജബ് മാസത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഈ അറവ് നടത്തുക. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അദ്കാറിൽ ഈ റജബ് മാസത്തിലെ ചില ആചാരങ്ങളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഈ മാസത്തിൽ ചെയ്യുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആയത്തുൽ കുർസി, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഇന്നമൻ സ്വല്ലാ യൗമൽ ജുമുഅ من رجب 4 ركعات ما بين صلاة الظهر الله عاد 5 مرات ثم يقول 10 أستغفر الله الذي لا إله إلا هو وأسأله التوبة كتب الله له من اليوم الذي صلى فيه هذه الصلاة إلى اليوم الذي يموت فيه بكل يوم 1000 حسنة. سبحان الله. എന്തൊക്കെ ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ. അതായത് വെള്ളിയാഴ്ച ദിവസം, റജബ് മാസത്തിലെ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ളുഹറിന്റെയും അസറിന്റെയും ആ ടൈമിന്റെ ഇടയിൽ 4 റക്അത്ത് നമസ്കരിക്കുന്നു, ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, ആയത്തുൽ കുർസി 7 മർറാത്ത് 7 പ്രാവശ്യം ഓതുന്നു, വഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് 5 മർറാത്ത് 5 തവണ ഓതുന്നു, സുമ്മ യഖൂലു 10 പിന്നീട് 10 തവണ പറയും. എന്ത്? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു വഅസ്അലുഹു തൗബ എന്നുള്ള പ്രാർത്ഥന പറയുന്നു. എന്നാലോ കതബല്ലാഹു ലഹു മിനൽ യൗമിൽ ലദീ സ്വല്ലാ ഫീഹി ഹാദിഹി സ്വലാത്ത് ഇലൽ യൗമിൽ ലദീ യമൂതു ഫീഹി ബികുല്ലി യൗമിൻ 1000 ഹസന. ഈ നമസ്കാരം നിർവഹിച്ചത് മുതൽ ഓരോ രാത്രിയിലും അവൻ മരിക്കുന്നത് വരെ, നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഈ നമസ്കാരം നിർവഹിച്ചത് മുതൽ അവൻ എന്നാണോ മരിക്കുക ആ മരണ ദിവസം വരെ ഓരോ ദിവസവും അല്ലാഹു തആല നമസ്കാരത്തിന്റെ പേരിൽ 1000 നന്മകൾ അവന് രേഖപ്പെടുത്തും എന്നുള്ളതാ. വഅതാഹു ബികുല്ലി ആയത്തിൻ തലാഹാ മദീനത്തുൻ ഫിൽ ജന്ന മിനൽ യാഖൂത്തിൽ അഹ്മർ, ചുവന്ന പവിഴം കൊണ്ട് സ്വർഗത്തില് അവനെന്ത് ചെയ്യും? ഒരു മദീനത്ത് തന്നെ, ഒരു പട്ടണം തന്നെ അള്ളാഹു അവന് നൽകും എന്നൊക്കെയാണ് പറയുന്നത്. വബികുല്ലി ഹർഫിൻ ഖസ്റൻ ഫിൽ ജന്ന മിനദ്ദുർറിൽ അബ്യൽ. അതുപോലെ തന്നെ എന്താണ്, ഈ രാവിലൊക്കെ ഈ റജബ് മാസത്തില് ഖുർആൻ പാരായണം ചെയ്ത ഓരോ അക്ഷരത്തിനും അവന് സ്വർഗത്തിൽ കൊട്ടാരണ്ടായി കൊടുക്കുന്ന, അപ്പോ അങ്ങേ വലിയ പ്രതിഫലം പറയുന്ന ഹദീസ്. അതൊക്കെ ഇത്തരം ഹദീസുകളെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ? ഇത് നോട്ടത്തിൽ തന്നെ വൈഫാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സുഹൃത്ത് മജീദ് സാഹിബ് എഴുതിയതുപോലെ നിസ്സാരമായ ഒരു കർമ്മത്തിന്റെ പേരിൽ വലിയ പ്രതിഫലം പറയുന്ന ഹദീസുകൾ ദുർബലമാണ് എന്ന് ഹദീസ് നിദാന ശാസ്ത്ര ലോകത്തെ മിക്ക പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്നോർക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിലുണ്ടല്ലോ, ഈ മാസത്തില് ഇന്നമൻ റജബ് മാസത്തിലെ 100 പ്രാവശ്യം ഏതെങ്കിലും ഒരു രാത്രിയിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പാരായണം ചെയ്താൽ, പിന്നെയോ എപ്പോ 2 റക്അത്തുകളിലായിട്ട് 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖദ് സ്വാമ 100 സന ഫീ സബീലില്ലാ, അവൻ അള്ളാന്റെ മാർഗത്തിൽ 100 വർഷം നോമ്പ് നോറ്റവനെ പോലെയാണെന്ന. വറസഖഹുല്ലാഹു ഫിൽ ജന്നതി 100 ഖസ്ർ, അവൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ 100 കൊട്ടാരം കൊടുക്കുന്ന. കുല്ലു ഖസ്ൻ ഫീ ജിവാരി നബിയ്യി മിനൽ അംബിയാ, എന്നിട്ട് ഓരോ കൊട്ടാരത്തിന്റെ അടുത്തും ഓരോ പ്രവാചകന്മാരുണ്ടാകും. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് ദുർബലമായ ഒരുപാട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള അങ്ങേറ്റം ചമച്ച് കെട്ടിയിട്ടുള്ള കളവുകൾ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളും ഹദീസുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ വിഷയത്തിൽ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഒന്നുകൂടെ പറയുന്നു, എന്താണ്? മനിസ്തഗ്ഫറല്ലാഹ ഫീ റജബ് 70 മറ ബിൽ ഗദാതി വ70 മറതൻ ബിൽ അശി യഖൂൽ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫഇദാ ബലഗ തമാമ 70 മറ റഫഅ യദൈഹി വഖാല അല്ലാഹു സുഹാറു ബിബർ റജബ്. എന്താ ഈ പറയുന്നത്? മനിസ്തഗ്ഫരില്ല, ആരെങ്കിലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഈ റജബ് മാസത്തിലിട്ടോ 70
പ്രഭാതത്തിലും വൈകുന്നേരവും 70 തവണ വീതം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ റജബ് മാസത്തില് എങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ ഫൈദാ ബലഗ തമാമ 70 മറ അങ്ങനെ 70 തവണ എത്തിക്കഴിഞ്ഞാൽ റഫഅ യദൈഹി അവനെ എന്ത് ചെയ്യുന്നു? കൈകൾ ഉയർത്തിക്കൊണ്ട് പറയണം അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ എന്നുള്ള പ്രാർത്ഥന കൈകൾ ഉയർത്തിക്കൊണ്ട് പറയണം. അങ്ങനെ റജബിൽ അവന് മരണപ്പെട്ടാൽ എന്താണ്? അവന് അള്ളാഹു തൃപ്തിപ്പെട്ടവനായ നിലയിലാണ് മരണപ്പെടുന്നത്. വലാ തമസ്സുഹുന്നാറു ബിബറകതി റജബ് റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നരകം അവനെയാണ്. അപ്പൊ ഈ മാസത്തില് എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു ആചാരം, ഒരു അനുഷ്ഠാനം, അത് ഖുർആൻ പാരായണാകട്ടെ, നോമ്പാകട്ടെ, സദഖയാകട്ടെ, അറവാകട്ടെ, ഉംറയാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, ഒന്നും പഠിപ്പിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നത് പോലെ പവിത്രമാക്കപ്പെട്ട സമാണ്. അല്ലാതെ മഹാനായ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നത് പോലെ അദ്ദേഹം പറയാണ് തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളൽ റജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ് ഖാല ഇബ്നു ഹജർ ലം യരിദ് ഫീ ഫളൽ ഷഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ഷൈഉൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈല മഖ്സൂസത്തുൻ ഫീ ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ഈ മാസത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിക്കണമെന്നോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു നോമ്പ് പിന്നെ ഒരു നിർണിതമായ നോമ്പ് ഈ മാസത്തിൽ ഉണ്ട് എന്നോ അല്ലെങ്കിൽ രാത്രിയില് ഒരു പ്രത്യേകമായ നമസ്കാരമുണ്ട് എന്നോ സഹീഹായിട്ടുള്ള ഹുജ്ജത്തിന് കൊള്ളുന്ന, തെളിവിന് കൊള്ളുന്ന, പ്രമാണമാക്കാൻ പറ്റുന്ന ഒരു ഹദീസും ശരിയായി വന്നിട്ടില്ല. ഇതാരാ പറയുന്നത്? ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളലിൽ റജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നത്. സഹോദരങ്ങൾ, അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പഠിപ്പിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ മാസത്തിലെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ദീനിന്റെ പേരിൽ ആരെങ്കിലും ആഘോഷങ്ങളോ അല്ലെങ്കിൽ സംഗമമോ, സംഗമിക്കുക, ആളുകൾ ഒരുമിച്ച് കൂടുക, എന്നിട്ട് പിന്നെ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്ന ഗീതങ്ങൾ, കാവ്യങ്ങളൊക്കെ ചൊല്ലുക, അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ നോമ്പനുഷ്ഠിച്ചാൽ, നമ്മൾ വിശദീകരിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓർക്കുക, അത് അനാചാരമാണ്. വകുല്ലു ബിദ്അത്തിൻ വലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്, വഴികേടാൻ. എല്ലാ ദലാലത്തുകളും വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തുകളും വഴികേടാൻ. ബിദ്അത്തിനെ നിസ്സാരമായി കൂടെ പ്രിയപ്പെട്ടവരെ, അത് ലലാലത്താണെന്ന് സഹീഹായ ഹദീസിൽ പലതവണ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ. അവിടുന്ന് പറഞ്ഞു അലൈക്കും ബിസുന്നതി വസുന്നത്തൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങളുടെ മേൽ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കൽ നിർബന്ധമാകുന്നു, എന്റെ സച്ചരിതരായ ഖലീഫമാരുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കൽ നിർബന്ധമാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമുക്കറിയാമല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, ആ സുന്നത്ത് മുറുകെ പിടിക്കണം. അതില് പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിന്റെ ആചാരമാണ്, അനുഷ്ഠാനമാണ് എന്നുള്ള വിചാരത്തോടുകൂടെ കൂട്ടിച്ചേർത്താൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മുസ്ലിം, ബുഖാരി അടക്കമുള്ള മഹാന്മാരായ ഹദീസ് ഗ്രന്ഥകാരന്മാരെ വളരെ പ്രാധാന്യപൂർവ്വം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണത്. എന്താണ്? ഈ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫഹുവ റദ്ദുൻ, ആ കാര്യവും അവനെയും തള്ളേണ്ടതാകുന്നു, അത് ഒഴിവാക്കേണ്ടതാകുന്നു എന്നാണ്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, തള്ളപ്പെടേണ്ടതാണ്
എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പ്രിയപ്പെട്ടവരെ. അവസാനമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു ആയത്ത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വയഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പ്രവാചകരെ അറിയിക്കുക, കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് വിവരം തരട്ടെയോ. ആരാണവർ? അവരുടെ കർമ്മങ്ങൾ അവർക്ക് സൽക്കർമ്മമായി തോന്നും. അവർ ചെയ്യുന്നത്, അവർ വിചാരിക്കുന്നു ഞങ്ങൾ നല്ല കർമ്മ ചെയ്യുന്നതെന്ന്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് അങ്ങേയറ്റം അപകടകരമായ ഒന്നാണ്. അഖ്സരീനാണ്. ഖാസിർ എന്ന് പറഞ്ഞാൽ നഷ്ടക്കാരനാ. അഖ്സർ എന്ന് പറഞ്ഞാലോ ഏറ്റവും വലിയ നഷ്ടക്കാരി എന്നാണ്. ആമിലത്തുൻ നാസിബ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ച ആളുകൾ. അതെന്താ? ഇത്തരം ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളാ. പടച്ച റബ്ബ് ബിദ്അത്തിനെ സൂക്ഷിച്ച് സുന്നത്ത്, വ്യക്തമായ സുന്നത്തുകൾ അനുഷ്ഠിക്കുവാനും ആ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുവാനും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാണ്. ബന്നാർ സല്ലല്ലാഹു റഹ്മത്തുള്ളാഹി വബറകാതുഹു.